BJP അനുകൂല സോഷ്യൽ മീഡിയ കൂട്ടായ്മ ലക്ഷ്യ 2024 കൊച്ചിയിൽ തുടക്കമായി. ചലച്ചിത്ര താരങ്ങളെയും മാധ്യമ പ്രവർത്തകരും പങ്കെടുക്കുന്ന ശില്പശാല ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്തു. RSS നേതൃത്വം നൽകുന്ന ഈ കൂട്ടായ്മയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഭാരതീയതയാണ് സ്വത്വം എന്ന് പ്രഖ്യാപിക്കുന്ന യുവാക്കളുടെ സംസ്ഥാനതല ശില്പശാല ലക്ഷ്യ 2024 2 ദിവസങ്ങളിലായാണ് കൊച്ചിയിൽ സംഘടിപ്പിക്കുന്നത്. സമൂഹമാധ്യമ കൂട്ടായ്മ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ജനാധിപത്യം ഉയർന്നു നിൽക്കുന്നതിൽ പ്രധാന കാരണം പത്രസ്വാതന്ത്ര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ മഹാനായ പ്രധാനമന്ത്രി പത്രസ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നത്. മീഡിയ പ്രവർത്തനം വേറെ, പത്രപ്രവർത്തനം വേറെ, മാധ്യമ പ്രവർത്തനം വേറെ, നരേറ്റീവ് വേറെ. അത് കൂടുതലും കാണുന്ന സോഷ്യൽ മീഡിയയിലാണ്. ചലച്ചിത്ര താരം ഉണ്ണിമുകുന്ദൻ ഉൾപ്പെടെ സിനിമ മാധ്യമ മേഖലകളിൽ നിന്ന് നിരവധി പേർ പങ്കെടുത്തു. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതിൽ കുറച്ച് സോഷ്യൽ ആയിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബട്ട് ഇന്നത്തെ കറന്റ് സിനാരിയോ വെച്ചിട്ട് അത് ഒട്ടും സോഷ്യൽ അല്ല എന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത് ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. RSS പ്രചാർ വിഭാഗവും വിശ്വസംവാദക കേന്ദ്രവും ചേർന്നാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. RSS പ്രാന്തപ്രചാരക് S സുദർശൻ അടക്കമുള്ളവർ പങ്കെടുക്കും. അതിനിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്ന ലക്ഷ്യ സോഷ്യൽ മീഡിയ കൂട്ടായ്മയ്ക്കെതിരെ ഇടതനുകൂല സൈബറിടങ്ങളിൽ വ്യാപകമായ വിമർശനം ഉയർന്നിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.